അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാ വഅലാ ആലിഹിൽ ഫായിസീന ബിറിളല്ലാഹി അമ്മാ ബഅദ്. ഏറ്റവും സ്നേഹം നിറഞ്ഞ വിദ്യാർത്ഥികളെ, നമ്മുടെ ബലാഗയുടെ മുഖ്തസറിൻ്റെ ക്ലാസ്സിലാണ് നാം ഉള്ളത്. എല്ലാ വിദ്യാർത്ഥികളും കിതാബ് മുമ്പിൽ വെച്ചുകൊണ്ട് ക്ലാസ് ശ്രദ്ധിക്കണമെന്ന് നിങ്ങളെ ആമുഖമായി ഉണർത്തുകയാണ്. ومن المعنوي تأكيد الذم بما يشبه المدح. കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ നേരെ വിപരീതം അല്ലേ. വമിനൽ മഅനവിയായ വുജൂഹിൽ പെട്ടതാണ് തഹ്സീനുൽ കലാം അല്ലേ, അതിൻ്റെ വജഹിൽപ്പെട്ട മഅനവിയായ വജഹിൽപ്പെട്ടതാണ് തഅക്കീദു ദമ്മി, ദമ്മിനെ തഅക്കീദ് ചെയ്യുക, ബിമാ യുഷ്ബിഹുൽ മദ്ഹ, മദ്ഹിനോട് സാദൃശ്യമാവുന്ന ഒന്നുകൊണ്ട്. മദ്ഹിനോട് സാദൃശ്യമാവുന്ന ഒന്നുകൊണ്ട് എന്ത് ചെയ്യുക, തഅക്കീദിനെ ദമ്മിയ അല്ല ദമ്മിനെ തഅക്കീദ് ചെയ്യുക. വഹുവൽ അർബാനി, അപ്പോൾ അതും രണ്ടീനുണ്ട്. അപ്പോൾ നമ്മൾ തഷ്ബീഹു തഅക്കീദുൽ മദ്ഹി ബിമാ യുഷ്ബിഹു ദമ്മ എന്നുള്ള ഭാഗം പഠിച്ചവർക്ക് ഇത് സിമ്പിളാണ്. അതേമാതിരി തന്നെ വരിക. രണ്ടീനുണ്ട്. അഹദുമ, അതിലൊന്ന് നോക്കി, അതിലൊന്ന് അയുസ്തസ്ന മിൻ സിഫത്തി മദ്ഹിൻ മംഫിയത്തിൻ അൻ ഷൈഇ അല്ലേ. ഇസ്തിസ്ന ചെയ്യപ്പെടലാണ് മിൻ സിഫത്തി മദ്ഹിൻ, മദ്ഹിൻ്റെ സിഫത്തിൽ നിന്നും. എങ്ങനത്തെ മദ്ഹിൻ്റെ സിഫത്ത്? മംഫിയത്തിൻ അൻ ഷൈഇ, ഒരു ഷൈഇനെ തൊട്ട് നഫി ചെയ്യുന്ന മദ്ഹിൻ്റെ സിഫത്ത്, അതിൽ നിന്നും ഇസ്തിസ്ന ചെയ്യുക. എന്ത്? സിഫത്തു ദമ്മിൻ, ദമ്മിൻ്റെ സിഫത്തിനെ മദ്ഹ് ചെയ്യപ്പെടുക, ഒഴിവാക്കപ്പെടുക. ബി തക്ദീരി ദുഖൂലിഹ ഫിഹ, ബി തക്ദീരി ദുഖൂലിഹ, ആ ദമ്മിൻ്റെ സിഫത്ത് പ്രവേശിച്ചു എന്ന് സങ്കല്പിച്ചുകൊണ്ട്, ഫിഹ, ആ സിഫത്തിൽ മദ്ഹിൻ്റെ സിഫത്തിൽ. അപ്പം മദ്ഹിൻ്റെ സിഫത്തിൽ ഈ ദമ്മായ സിഫത്ത് പ്രവേശിച്ചു എന്ന് കണക്കാക്കിക്കൊണ്ട് എന്ത് ചെയ്യലാണ്? മംഫി ചെയ്യപ്പെട്ടതായിരിക്കുന്ന മദ്ഹിൻ്റെ സിഫത്തിൽ നിന്നും ദമ്മിൻ്റെ സിഫത്തിനെ ഒഴിവാക്കപ്പെടുക. നേരത്തെ നമ്മൾ മറ്റോടത്ത് പറഞ്ഞിരുന്നു, അതേ വിഷയം തന്നെയാണ് എടുത്തിട്ടോ. അത് സിഫത്തും അതും അങ്ങോട്ട് മാറുന്നു മാത്രം. അതുപോലെ ഉദാഹരണം നോക്കി, കൗലിക്ക, നീ പറയുന്നത് പോലെ, ഫുലാനുൻ, ഒരു ഫുലാന്, ലാ ഖൈറ ഫീഹി, അവനിൽ ഒരു ഖൈറും ഇല്ല എന്ന് എങ്കിലും അന്നോ അയാൾ യുസീഉ ഇലാ മൻ യുഹ്സിനു ഇലൈഹി, എന്ന് മാത്രമല്ല അദ്ദേഹം യുസീഉ, മോശമായ പ്രവൃത്തി ചെയ്യും, ദോഷം ചെയ്യും, ഇലാമൻ, ഒരുത്തനിലേക്കും, യുഹ്സിനു ഇലൈഹി, അയാൾ ഇവനക്ക് നന്മ ചെയ്തു കൊടുത്തിട്ടുണ്ട്. അപ്പം ഇയാളിലേക്ക് നന്മ ചെയ്യുന്ന ആളുകളിലേക്കും അയാൾ എന്ത് ചെയ്യും? മോശം ചെയ്യും. ഉണ്ടോ? അയാൾക്ക് ഖൈറും ഇല്ല എങ്കിലും അന്നോ യുസീഉ ഇലാ മൻ യുഹ്സിനു ഇലൈഹി, തനിക്ക് നന്മ ചെയ്ത് തരുന്ന ആളുകൾക്കും അയാൾ മോശം ചെയ്യും. കണ്ടില്ലേ? അപ്പോൾ ആദ്യം ലാ ഖൈറ, ഖൈർ എന്ന് പറഞ്ഞാൽ മദ്ഹിൻ്റെ സിഫത്താണ്, പക്ഷേ അതിനെ നഫി ചെയ്തു, ലാ ഖൈറ ഫീ, അതാണ് മംഫിയായ മദ്ഹിൻ്റെ സിഫത്ത് എന്ന് പറഞ്ഞത്. എന്നിട്ട് അതിന് എന്ത് ചെയ്തു? വേറൊരു മോശമായ ദമ്മായ സിഫത്തിനെ ഇസ്തിസ്ന ചെയ്തു, ഇല്ല എന്ന് പറഞ്ഞിട്ട്. കണ്ടില്ലേ? അപ്പോൾ ഇത് ഒരു ഇനം. വസാനിഹിമ, ഇനി രണ്ടാമത്തെ ഇനം, യുസ്ബിദുൽ ഷൈഇൻ സിഫത്തു ദമ്മിൻ, ഒരു വസ്തുവിന് ഒരു ദമ്മായ സിഫത്തിനെ സ്ഥിരപ്പെടുത്തുക. തഅഖുബ് ബി അദാത്തിൻ ഇസ്തിസ്നായി, എന്നിട്ട് എന്ത് ചെയ്യാം? ഒരു ഇസ്തിസ്നയുടെ അദാത്ത് അതിൻ്റെ ഉടനെ കൊണ്ടുവരിക. തലീഹ സിഫത്തുൻ ഉഖറ ലഹു, എന്നിട്ട് വീണ്ടും അതിനൊരു ദമ്മായ സിഫത്തും കൂടി പിന്നെയും പറയാം. ഒക്കെ നമ്മൾ കഴിഞ്ഞതിൽ പഠിച്ചു പോലെ തന്നെ. കൗലിക്ക, ഇതുപോലെ നീ പറയുന്നത് പോലെ, ഫുലാനുൻ ഫാസിഖുൻ, ഇന്ന ചങ്ങായി ഫാസിഖാണ്, ഇല്ല എങ്കിലും അന്നഹു ജാഹിലുൻ, അയാൾ പമ്പര വിഡ്ഢിയാണ്. ഉണ്ടോ? രണ്ടും സൂപ്പർ വിശേഷണങ്ങളാണല്ലോ, രണ്ടും ദമ്മാണ്. അപ്പോൾ നമ്മൾ അവിടെ പഠിച്ച പോലെ തന്നെ ഇവിടെ ഇല്ല കേട്ടോ. ഫല്ലർബുൽ അവ്വൽ, അപ്പോൾ ഒന്നാമത്തെ ഇനം, അതായത് ആദ്യം ഒരു മംഫിയായ മദ്ഹിൻ്റെ സിഫത്തിൽ നിന്നും ദമ്മിൻ്റെ സിഫത്തിനെ ഇസ്തിസ്ന ചെയ്യപ്പെടുക. അവിടെ ആ ഇനം യുഫീദു തഅക്കീദ മിൻ വജ്ഹൈനി, രണ്ട് രീതിയിൽ അത് തഅക്കീദിന് ഫലം ചെയ്യിപ്പിക്കും. നമ്മൾ അന്ന് പറഞ്ഞു അല്ലേ, അതായത് ഒന്ന്, ഒരു സാധനത്തിനെ ഒരു ദഅവയോടുകൂടി വാദിക്കുന്നത് പോലെ, അപ്പോൾ അത് മുഹാലുമായി ബന്ധപ്പെടും. അപ്പോൾ മുഹാലുമായി ബന്ധപ്പെട്ടത് മുഹാലാവും, അപ്പോൾ അവിടെ മറ്റേ പറഞ്ഞ സംഗതി തന്നെ ഇല്ലാത്ത മാതിരിയാവും. അപ്പോൾ ഒരു തഅക്കീദ് വന്നു. രണ്ടാമത്തത് എന്താണ്? ആദ്യം ഒരു മംഫിയായ മദ്ഹ് പറഞ്ഞിട്ട് പിന്നെ അതിൽ നിന്നും വീണ്ടും ദമ്മനെ ഒഴിവാക്കുമ്പോൾ അവിടെയും എന്ത് ചെയ്യുന്നു? തഅക്കീദ് വരുന്നു എന്ന് പറഞ്ഞല്ലേ. ആ രണ്ട് രീതിയിൽ എന്ത് ചെയ്യും? തഅക്കീദിന് ഫലം ചെയ്യിപ്പിക്കും. വസാനി എന്ന രണ്ടാമത്തെ ഇനമോ മിൻ വജ്ഹിൻ വാഹിദിൻ, ഒറ്റ ഒരു രീതിയിൽ എന്ത് ചെയ്യുള്ളൂ? തഅക്കീദിനെ ഫലം ചെയ്യിപ്പിക്കുന്നുള്ളൂ. വതഹ്ഖീഖുഹുമ, അതിനെ വിശദീകരിച്ച് മനസ്സിലാക്കൽ, അലാ ഖിയാസി മാമറ, മുമ്പ് കഴിഞ്ഞു പോയോടെ, എവിടെ? ഫി തഅക്കീദിൽ മദ്ഹി ബിമാ യുഷ്ബിഹു ദമ്മ, ദമ്മിനോട് സാദൃശ്യമാവുന്ന ഒന്നുകൊണ്ട് മദ്ഹിനെ തഅക്കീദ് ചെയ്യുന്ന വിഷയത്തിൽ കഴിഞ്ഞു പോയ അവിടേക്ക് ഖിയാസാക്കിയ മതി എന്ന് വിശദീകരിച്ച് കിട്ടും. അപ്പോൾ അതുകൊണ്ട് കൂടുതൽ വിശദീകരണങ്ങളൊന്നും ഇല്ലാതെയാണ് ഇപ്പോൾ ഇവിടെ എന്തായിട്ടുള്ളത് പറഞ്ഞിട്ടുള്ളത്.
ഇനി വമിനൽ മഅനവി, അപ്പോൾ നേരത്തെ പറഞ്ഞ പോലെ മഅനവിയായ ഇതിൽപ്പെട്ടതാണ് ഇസ്തിത്ബാഅ്. അടുത്ത ഇനം എന്താണ്? ഇസ്തിത്ബാഅ് എന്ന ഇനം. ഇസ്തിത്ബാഅ് എന്ന് പറഞ്ഞാൽ വഹുവൽ മദ്ഹു ബിശൈഇൻ അലാ വജ്ഹിൻ യസ്തതബിഉൽ മദ്ഹു ബിശൈഇൻ ആഖറ. വഹുവൽ മദ്ഹു, അത് ഒരു മദ്ഹ് പറയലാണ്. ഒരു മദ്ഹ് പറയുക. ബിഷൈൻ, ഒരു വസ്തു കൊണ്ട് മദ്ഹ് പറയുക. എങ്ങനെ? അലാ വജ്ഹിൻ, ഒരു രീതിയിൽ. യസ്തതബിഉ, അതിന് തുടർന്ന് വരും, അതിന് ലാസിമായി വരും അൽ മദ്ഹു, മദ്ഹ് പറയൽ ബിഷൈൻ ആഖറ, മറ്റൊരു ഷെയ് കൊണ്ട്. അപ്പോൾ ആ ഒരു സാധനത്തിന് ആദ്യം ഒരു വസ്തു, ഒരു സംഗതി കൊണ്ട് മദ്ഹ് പറയും. പക്ഷെ ആ മദ്ഹ് പറയൽ ഏത് രീതിയിലായിരിക്കും എന്ന് വെച്ചാൽ ശേഷം വീണ്ടും അതിന് എന്ത് ചെയ്യണം? വേറൊരു വസ്തു കൊണ്ട് മദ്ഹ് പറയൽ ലാസിമാവും, അല്ലെങ്കിൽ അത് തുടർന്ന് വരും. അങ്ങനത്തെ രീതിയിൽ മദ്ഹ് പറയുക, അതിനാണ് ഇസ്തിത്ബാഅ് എന്ന് പറയുന്നത്. കൗലിഹി, അതുപോലെ ഒരു കവി പാടിയതുപോലെ നഹബ്ത മിനൽ അഅ്മാരി മാ ലൗ ഹവൈതഹു ലഹന്നഅത്തി ദുനിയാ ബിഅന്നക ഖാലിദു. നഹബ്ത, നിങ്ങൾ അപഹരിച്ചെടുത്തു, മിനൽ അഅ്മാരി, ആയുസ്സുകളിൽ നിന്ന്. ഇയാൾ കവി താൻ പുകഴ്ത്തുന്ന ഒരാളെ പുകഴ്ത്തി മദ്ഹ് പറയാണ്. നിങ്ങൾ എന്ത് ചെയ്തിട്ടുണ്ട്? ഒരുപാട് ആയുസ്സുകളെ നിങ്ങൾ എന്ത് ചെയ്തു? ആക്രമിച്ചെടുത്തു എന്നാണ്. അതായത് യുദ്ധത്തിൽ പോയി ഒരുപാട് ആൾക്കാർ നിങ്ങൾ കൊല്ലുന്നുണ്ട് യുദ്ധത്തിൽ. അപ്പോൾ അവരുടെയൊക്കെ ആയുസ് നിങ്ങൾ തീർത്തു, അപ്പോൾ ആയുസ് നിങ്ങൾ എടുത്തു എന്നാണ്. അതാണ് ഇപ്പോൾ ഉദ്ദേശിച്ചത്. അതാണ് നിങ്ങൾ ഒരുപാട് ആയുസ്സുകൾ അപഹരിച്ചെടുത്തു എന്ന് പറഞ്ഞത്. അപ്പോൾ നബഹത്ത മിനൽ അഅ്മാരിമ, ഉംറുകൾ, വയസ്സുകളിൽ നിന്നും നിങ്ങൾ ഒരു വയസ്സിങ്ങനെ അപഹരിച്ചെടുത്തിട്ടുണ്ട്. ലൗ ഹവൈതഹു, നിങ്ങൾ ആ വയസ്സിന് മൊത്തം നിങ്ങൾ അത് ആ ആയുസ്സുകൾ മുഴുവൻ, ആ അപഹരിച്ചെടുത്ത ആയുസ് മുഴുവൻ നിങ്ങൾ ഉൾക്കൊണ്ടിച്ചിരുന്നുവെങ്കിൽ, നിങ്ങളത് വാരിക്കൂട്ടിയിരുന്നുവെങ്കിൽ, ലഹന്നഅത്തി ദുനിയ, ദുന്യാവ് നിങ്ങളെ സ്തുതിക്കുമായിരുന്നു. ബി അന്നക ഖാലിദ്, നിശ്ചയം നിങ്ങൾ ഈ ദുന്യാവിൽ ശാശ്വതനാണ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളിങ്ങനെ പുകഴ്ത്തുമായിരുന്നു, നിങ്ങളിങ്ങനെ എന്താക്കുമായിരുന്നു? ആശംസിക്കുമായിരുന്നു. ഇവിടെ നോക്കി, മദഹു, ഇവിടെ കവി ഇയാളെ പുകഴ്ത്തി ബിൻ നിഹായത്തി ഫി ഷജാഅത്തി, ധീരതയിൽ അങ്ങേ അറ്റമാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഹൈസു, എപ്പോൾ? ഹൈസു ജഅല ഖത്ലാഹു, ഇയാൾ കൊന്ന ആളുകളെ അയാളാക്കിയപ്പോൾ, ബി ഹൈസു, ഒരു നിലക്ക്, യുഹല്ലിദു വാരിസ അഅ്മാരിഹിം, യുഹല്ലിദു, ഈ കൊന്ന ആളുകളൊക്കെ ഇയാളുടെ കൊന്ന ആൾ അല്ലേ, യുഹല്ലിദു, അവരൊക്കെ ശാശ്വതമാക്കുന്നു, വാരിസ അഅ്മാരിഹിം, തങ്ങളുടെ ആയുസ്സുകളുടെ വാരിസ്. തങ്ങളുടെ ആയുസ്സുകളുടെ വാരിസ് എന്നാൽ തങ്ങളെ കൊന്ന ആളെന്നാണ്. കാരണം ഒമ്പരെ കൊന്നതോടുകൂടി ഞങ്ങൾ ആയുസ്സൊക്കെ അയാളെടുത്തില്ലേ, അതാണ് പറഞ്ഞത്. അപ്പോൾ തങ്ങളുടെ ആയുസ്സുകളുടെ വാരിസിനെ ശാശ്വതനാക്കുന്നു എന്ന് പറഞ്ഞുകൊണ്ട് അയാൾ എന്ത് ചെയ്തു? ധീരതയിൽ അങ്ങേയറ്റാണെന്ന് പറഞ്ഞു. അതെങ്ങനെയാണ്? അല വജ്ഹിൻ, ഒരു രീതിയിലാണിത് പറഞ്ഞിട്ടുള്ളത്. ഇസ്തതബ, അതിൻ്റെ പിറകിൽ വന്നു, തുടർന്നു വന്നു. മദ്ഹു, അദ്ദേഹത്തെ മദ്ഹ് ചെയ്യൽ. ബി കൗനിഹി, അദ്ദേഹമാണ് എന്നതുകൊണ്ട്. സബബിൻ ലിസ്വലാഹി ദുന്യ വ നിളാമിഹ, ഈ ദുന്യാവിൻ്റെ നന്മക്കും അതിൻ്റെ വ്യവസ്ഥക്കൊക്കെ കാരണം അദ്ദേഹമാണ് എന്ന് പറഞ്ഞിട്ട്. കാരണം ഇത് ലാ തുഹന്നീ ലിയാഹദിൻ ലാ തഹ്നിയത ലിയാഹദിൻ ബിഷൈഇൻ, കാരണം ലാ തഹ്നിയത, ഒരു ആശംസയും ഉണ്ടാകാറില്ല, ലിയാഹദിൻ, ഒരാൾക്കും വിഷയം, ഒന്നുകൊണ്ട് ദുന്യാവ് എന്താവില്ല, ആശംസിക്കാറൊന്നുമില്ലല്ലോ. വലാ ഫായിദത ലഹു ഫീ, അതിനൊരു ഫായിദ ഉണ്ടാവാറില്ല. അപ്പോൾ ആ ദുന്യാവ് പുകഴ്ത്തുക എന്ന് പറഞ്ഞാൽ ഇതാണ് ഉദ്ദേശം എന്നർത്ഥം. അദ്ദേഹം ആ ദുന്യാവിൻ്റെ നിലനിൽപ്പിനും ആ ദുന്യാവിൻ്റെ വ്യവസ്ഥക്കും അദ്ദേഹം കാരണമാണ് എന്ന് പുകഴ്ത്തലാണ് അപ്പോൾ ആ വരി കൊണ്ട് ഉദ്ദേശം നടത്തും. അപ്പോൾ രണ്ട് പുകഴ്ത്തൽ വന്നു എന്നർത്ഥം. കാല അലിബ്നു ഈസ റിബഈ എന്നിവർ പറയാണ്, വഫിൽ ബൈത്തി വജ്ഹാനി ആഖറാനി മിനൽ മദ്ഹി, ഈ ബൈത്തിൽ വേറെ രണ്ട് രീതിയിലുള്ള പുകഴ്ത്തലും കൂടിയുണ്ട്. വേറെ രണ്ട് രീതിയിലും കൂടി ഇവിടെ മദ്ഹ് വരുന്നുണ്ട്. അഹദുഹ, ഇപ്പോൾ നമ്മളൊരു രീതി പറഞ്ഞു. ഒന്ന്, ആദ്യത്തെ വരിയിൽ ആ അഅ്മാറിനെ അപഹരിച്ചെടുത്തു എന്നുള്ളടത്ത് ധീരതയിൽ അങ്ങേയറ്റത്ത് അറിയിക്കുന്നുണ്ട്. കാരണം അത്രയും ആളുകളെ മുപ്പര് വധിച്ചു കളഞ്ഞിട്ടുണ്ട്, അതോടൊപ്പം വലിയ ധീരനാണ്. രണ്ടാമത്തോടത്ത് എന്തുണ്ട്? ദുന്യാവിൻ്റെ നന്മക്കും അതിൻ്റെ വ്യവസ്ഥക്കൊക്കെ കാരണം മൂപ്പരാണ്. അതുകൊണ്ടാണ് ദുന്യാവ് അത് പുകഴ്ത്തി എന്ന് പറഞ്ഞത്. കാരണം ദുന്യാവ് ഒരാളും പുകഴ്ത്തില്ല, അപ്പം ഇതാണ് ഉദ്ദേശം എന്ന് പറഞ്ഞു. ഇനി ഇതല്ലാത്ത വേറെ രണ്ട് രീതിന്നാണ്. അതെന്താ? അതായത് അതിലൊന്ന്, അന്നഹു നഹബൽ അഅ്മാർ, അദ്ദേഹം ആയുസ്സുകളെ ഇങ്ങനെ അപഹരിച്ചെടുത്തു. ദൂനൽ അംവാലി, എന്തിനല്ല? മുതലിനെ അല്ല. അപ്പം മുതലിനല്ല അദ്ദേഹത്ത് അഅ്മാറാണ്. കമാ ഹുവ മുക്തദ ഉലുവിൽ ഹിമ്മത്തി, അതുപോലെ തന്നെ കമ ഒന്നുപോലെ ഹുവ, അത് മുക്തദ തേടുന്നു, ഉലുവൽ ഹിമ്മത്തി, മനക്കരുത്തിൻ്റെ അങ്ങേയറ്റം. അപ്പോൾ ഭയങ്കര മനക്കരുത്തുള്ളവർക്ക് അത് കഴിയുള്ളൂ. വദാലിക മഫ്ഹൂമു മിൻ തഖ്സീസിൽ അഅ്മാരി ബിദ്ദിക്രി, അതുകൊണ്ടാണ് അഅ്മാർ മാത്രം പറയലുകൊണ്ടുള്ള ഉദ്ദേശം.
വദാലിക ഇതാണ് മഫ്ഹൂമു മിൻ തഖ്സീസിൽ അഅ്മാരി ബിദ്ദിക്രി പറയലുണ്ട് അഅ്മാർ മാത്രം പ്രത്യേകമാക്കിയത് കൊണ്ട് മഫ്ഹൂമും അതാണ്. വൽ ഇഅ്റാദി അനിൽ അംവാലുകളെ തൊട്ട് തിരിഞ്ഞു കളഞ്ഞു, അത് പറഞ്ഞില്ല അല്ലേ. ആയതോടുകൂടെ അന്നന്നഹബ ബിഹ അല്യക്കു, അന്നന്നഹബ അപഹരിക്കുക എന്നുള്ള വാക്ക് ബിഹ ഈ മുതലുകളെ കൊണ്ടാണ് അല്യക്കു ഏറ്റവും യോജിച്ചു വരുന്നത്. എന്നിട്ടും എന്ത് ചെയ്തു, അതിനെ കൊണ്ട് തിരിഞ്ഞു കളഞ്ഞിട്ട് അയമാറിനെ മാത്രം അവിടെ പറഞ്ഞത് അദ്ദേഹം വലിയ മനക്കരുത്തുള്ള ആളാണ് എന്നറിയിക്കാനാണ്. വഹും അവർ യഅ്തബിറൂന ദാലിക, അവരത് പരിഗണിക്കാറുണ്ട്. ഇത് ഫിൽ മുഹാവറാത്തി ഇതിൽ അവരുടെ തർക്കങ്ങളിലും വല്ല ഹുതബിയാത്തി അവരുടെ ചിന്തകളിലൊക്കെ അവരുടെ നീയാത്തിയായ കാര്യങ്ങളൊക്കെ അത് പരിഗണിക്കും. ഫൈലം യഅ്തബിറുഹു അഇമ്മത്തുൽ ഉസൂലിൻ്റെ ആളുകൾ അത് പരിഗണിച്ചിട്ടില്ലെങ്കിലും. അപ്പോൾ ഒരു രീതിയിൽ ഇങ്ങനെയാണ് വ്യാഖ്യാനം. ഇനി വസ്താനി മറ്റൊരു രീതിയിലുള്ള മദ്ഹ് എന്താ, അന്നഹു ഇദ്ദേഹം ലം യകുൻ ളാലിമൻ ഫീ ഖത്ലിഹിം, അദ്ദേഹത്തിൻ്റെ ഈ കൊലയിൽ അദ്ദേഹം ആക്രമിച്ചു കൊന്നതല്ല, അക്രമകാരിയല്ല എന്നതാണ്. വ ഇല്ല, കാരണം അങ്ങനെയല്ലെങ്കിൽ ലമാഖാന ലിദ്ദുന്യ സുറൂറും ബിഖുലൂദിഹി, അങ്ങനെയല്ലെങ്കിൽ ലമാഖാന ഉണ്ടാകുമായിരുന്നില്ലല്ലോ. അപ്പം അദ്ദേഹം ആക്രമിച്ചാണ് കൊന്നത് എങ്കിൽ അങ്ങനെ എങ്കിൽ ഉണ്ടാകുമായിരുന്നില്ലല്ലോ ലിദ്ദുന്യ, ഈ ദുനിയാവിനുണ്ടാവുമായിരുന്നില്ലല്ലോ എന്ത്, സുറൂറൻ സന്തോഷമുണ്ടാവില്ലല്ലോ ബിഖുലൂദി, അദ്ദേഹം ഇവിടെ ശാശ്വതമാവലുണ്ട്. അപ്പോൾ ഇങ്ങനെ രണ്ട് രീതിയും കൂടി അവിടെ എന്ത് ചെയ്യാമാണെങ്കിൽ നമുക്ക് അതിന് വ്യാഖ്യാനം പറയാമെന്നർത്ഥം. ഇനി വമിൻഹു ഇതിൽപ്പെട്ടതാണ് എന്നാണ് വമിനൽ മഅനവിയായ ഈ ഉജൂഹ് തഹ്സീനുൽ കലാമിൽപ്പെട്ടതാണ് അൽ ഇദ്മാജ് എന്ന് പറഞ്ഞത് വാക്കർത്ഥം പ്രവേശിപ്പിക്കുക എന്നൊക്കെ അർത്ഥം. യുഖാലു കണ്ടോ പറയപ്പെടാറുണ്ട് അദ്മജ ഷൈഉ ഫീ സൗബിഹി എന്ന് പറയും. ഇദാ ലഫഹു ഫീഹി, ഒരാൾ വസ്ത്രത്തിൽ വല്ലതും വെച്ച് ചുരുട്ടിയാൽ അതിനെക്കുറിച്ച് എന്ത് പറയാറുണ്ട്, അദ്മജ ഷൈഉ ഫീ സൗബി എന്ന് പറയാറുണ്ട്. ചുരുട്ടുക, പ്രവേശിക്കുക എന്നൊക്കെ അർത്ഥം, പ്രവേശിപ്പിക്കുക എന്നൊക്കെ അർത്ഥം. ഇവിടെ എന്താ ഇദ്മാജ് എന്ന് പറഞ്ഞാൽ, ബലാഗിയായ ഇദ്മാജ് എന്ന് പറഞ്ഞാൽ എന്താ, വഹുവ അത് യുലമ്മന കലാമുൻ, ഒരു കലാമ് ഉൾക്കൊള്ളിക്കലാണ്. എങ്ങനത്തെ കലാമ്, സീഖ, ആ കലാമിനെ കൊണ്ടുവരപ്പെട്ടു ലി മായനൻ, ഒരു മായനയ്ക്ക് വേണ്ടി, മദ്ഹൻ കാന ഗൈറു, അത് മദ്ഹാവാം അല്ലാത്തതാവാം. അപ്പോൾ മദ്ഹു അല്ലാത്തതായ ഒരു മായനയ്ക്ക് വേണ്ടി, ഒരു ആശയത്തിന് വേണ്ടി കൊണ്ടുവരപ്പെട്ട ഒരു കലാം ഉൾക്കൊള്ളിക്കുക, മായൻ ആഹറ, മറ്റൊരു മായനയെ കൂടി ഉൾക്കൊള്ളിക്കുക, അതിനാണ് ഇപ്പോൾ ഇദ്മാജ് എന്ന് പറയുക. വഹുവ മൻസൂബൻ, ഈ മായനൻ ആഹറ എന്നുള്ള മൻസൂബാണ്. മഫ്ഊലുൻ സാലിൽ യുദമ്മിന് രണ്ടാം മഫ്ഊലാണ്, ആദ്യത്തെ അവിടെ പറഞ്ഞു. ഒക്കെ അത് അസ്ലദയില മഫ്ഊലിൽ അവ്വലി, ഒന്നാം മഫ്ഊലിലേക്ക് അവിടെ ഇസ്നാദ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. വഹുവ അലി ഷുമൂലിഹി മദ്ഹി വഗൈരിഹി. അപ്പോൾ ഈ ഇദ്മാജ് എന്ന ഇനം അത് മദ്ഹാവാം അല്ലെങ്കിൽ എന്താവാം, മദ്ഹല്ലാത്തതാവാം, രണ്ടും ആകാമെന്ന് പറഞ്ഞില്ലേ. അപ്പോൾ ഇത് ആവുക ഈ ലി ഷുമൂലി, ഈ ഇദ്മാജ് എന്ന ഇനം ലി ഷുമൂലി അത് ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി അൽ മദ്ഹ വഗൈരിഹി, മദ്ഹിനെയും അല്ലാത്തതിനെയും മദ്ഹ വഗൈറഹു, മദ്ഹിനെയും മദ്ഹ് അല്ലാത്തതിനെയും ഉൾക്കൊള്ളിച്ചതിന് വേണ്ടി അമ്മു, അത് ഏറ്റവും അമ്മാണ് മിനൽ ഇസ്തിത്ബാഇനേക്കാൾ. കാരണം ലിഖ്തിസാസുഹി ബിൽ മദ്ഹി, അത് മദ്ഹ് കൊണ്ട് മാത്രം പ്രത്യേകമാണ്, ദമ്മ അവിടെ വരില്ല. ഇവിടെ രണ്ടും ആവാം. അപ്പോൾ അതുകൊണ്ട് ഇത് അമ്മാണ് മറ്റേതിനേക്കാൾ. ഉദാഹരണം നോക്കിയും ഖൗലിഹി റിഗബാടി അഖ്ലൂബ് ഫീഹി അജ്ഫാനി കഅന്നി അഉദ്ദു ബിഹാ അല ദഹരി ദുനൂബ. അഖ്ലുബു ഫീഹി ഫി ദാലിക ലൈലി എന്നർത്ഥം, ആ രാത്രിയിൽ ഞാനിങ്ങനെ മറിച്ചു, അജ്ഫാനി എൻ്റെ കൺപോളകളെ, കൺപോളകളിങ്ങനെ മറിച്ച് തിരിച്ചു മറിച്ചും കൊണ്ടേയിരുന്നു. എനിക്ക് ഉറക്കം വരുന്നില്ല, ഉറക്കം കിട്ടാതെ ഉറങ്ങാതെ ഇങ്ങനെ കൺപീലകളിങ്ങനെ മറച്ചുകൊണ്ടേയിരുന്നു. കഅന്നി ഞാൻ ഇതുപോലെയുണ്ട്, ഉദ്ദുബിയ ആ കൺപോളകളിങ്ങനെ ഇങ്ങനെ ചുംബിയിരുന്നു എന്നാണ് പറഞ്ഞത്. അതുകൊണ്ട് ഞാൻ എണ്ണുന്നത് പോലെ, ഞാൻ എണ്ണുന്നത് പോലെ ബിഹ അതുകൊണ്ട്, അലദ്ദഹരി കാലത്തിൻ്റെ മേൽ, ദുനൂബ തെറ്റുകളെ, ഞാൻ ചെയ്തു പോയ തെറ്റുകളിങ്ങനെ കണക്കൂട്ടുന്നത് പോലെ ഉണ്ടായിരുന്നു എന്നാണ്. ഫൈൻ ലമ്മന വസ്ഫല്ലൈലി ബിത്തൂലി ശിക്കായത്തി മിനദ്ദഹരി. ഫൈനു ഇവിടെ ഇത് ലമ്മൻ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു. വസ്ഫുല്ലൈലി രാത്രിയെ വസ്ഫ് പറയൽ, ബിത്തൂലി എങ്ങനത്തെ ദീർഘമായ രാത്രി, അതിനെങ്ങനെ ശിക്കായത്തി ഫിനദ്ദഹരി കാലത്തിൽ നിന്നും എന്താണ് പരാതി പറയുന്ന ദീർഘമായ ഒരു രാത്രി എന്ന് അതിനെ മായന അവിടെ ഉൾക്കൊള്ളിച്ചിരിക്കുന്നു എന്നർത്ഥം. അപ്പോൾ ഇൻഷാ അല്ലാഹ് നമ്മൾ തൽക്കാലം ഇവിടെ നിർത്തുകയാണ്. ബാക്കി നമുക്ക് അടുത്ത ക്ലാസ്സിന് എടുക്കാം. അപ്പോൾ എല്ലാ വിദ്യാർത്ഥികളും കൃത്യമായി അത് നോക്കി മനസ്സിലാക്കി പഠിക്കുക. ഇന്ന് 2-3 ഇനങ്ങളെ കുറിച്ച് പറഞ്ഞിട്ടുണ്ട്. ഒന്ന് തശ്ബീഹുൽ ദമ്മി ബിമാ യുശ്ബിഹുൽ മദ്ഹ ഒരിനം,
പിന്നെ ഇസ്തിത്ബാ എന്ന് പറയുന്ന ഒരു ഇനം, പിന്നെ ഇദ്മാജ് എന്ന് പറയുന്ന ഒരു ഇനം. ഇങ്ങനെ 3 ഇനങ്ങളെക്കുറിച്ച് നമ്മൾ ഇന്ന് പഠിച്ചിട്ടുണ്ട്. അപ്പോൾ എല്ലാ ആളുകളും അത് കൃത്യമായി മനസ്സിലാക്കി ഉദാഹരണ സഹിതം എഴുതി വെച്ച് പഠിക്കണമെന്ന് നിങ്ങളെ ഉണർത്തിക്കൊണ്ട് ഇൻഷാ അല്ലാഹ് എഴുതി വെച്ചത് കാണിച്ച് തരികയും ചെയ്യണം, അയച്ചു തരികയും ചെയ്യണം. അല്ലാഹു ഇൽമിൽ ഖൈറും ബറക്കത്തും നൽകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.